വന്നപ്പോൾ പോയപ്പോൾ ഭയങ്കര മാസമായിട്ട് പോയതാണ്. കണ്ടോ, സ്ഥലമില്ല, എല്ലായിടത്തും സാധനങ്ങളായിട്ടുണ്ട്. കണ്ടോ, 3 ചാക്ക്. നാളെ നമ്മള് ബിരിയാണി കഴിച്ച് പൊളിക്കും. അങ്ങനെ അർജുൻ്റെ ബർത്ത്ഡേ ഇരുന്ന് അവൻ ട്രീറ്റ് തരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഇത്തിര വിട്ട്, അതായത് കുക്ക് ചെയ്യുന്ന ഇത്തിര വിട്ട് കൊണ്ട് കൊടുക്കണമായിരുന്നു. അങ്ങനെ കൊടുത്തപ്പോൾ അവിടെ നോക്കിയപ്പോൾ നമുക്ക് ചായയും കടികൾ തന്നു. പിന്നെ രാത്രി ആയപ്പോൾ ഒരു 60 നിറച്ചു സാധനങ്ങൾ, അതായത് പിറ്റേ ദിവസം രാത്രി ആയിട്ടോ ഫുഡ് എല്ലാം കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോൾ തന്നെ കണ്ണു തള്ളി. എല്ലാവരും കഴിച്ച് മത്താവുന്നു. പക്ഷേ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ ഫുഡും ആയിരുന്നു. നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചായിരുന്നു. കേക്കൊക്കെ അവന് മുറിക്കാൻ വേണ്ടി കേക്കൊക്കെ വാങ്ങിച്ചായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ അഫ്സലിക്ക. ഇപ്പം അർജുൻ്റെ ബർത്ത്ഡേ അഫ്സലിക്ക മുറിച്ചണേ. അങ്ങനെ ഇവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, അന്ന് കറണ്ട് ഇല്ലായിരുന്നു. എല്ലാവരും ലൈറ്റിൻ്റെ വെട്ടത്തിലൊക്കെ കത്തിച്ച് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. അത് കൊള്ളായിരുന്നു കേട്ടോ. എല്ലാവരും ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഇരുന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്നതും എല്ലാവരും പിടിച്ചിരിക്കുന്നതും അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേക്ക് കറണ്ട് പോയി. അതും വന്നില്ല, രാത്രി 1 മണി 2 മണിയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ പ്രധാന കാര്യമായ ബീഫ് മന്തി അല്ല, സോറി എൻ്റെ മിസ്റ്റേക്കാണ്, ബീഫ് ബിരിയാണിയിലോട്ട് കിട്ടും. ബീഫ് ബിരിയാണി എല്ലാവരും മാറ്റാണ്, നമുക്ക് എല്ലാം കൂടി മിക്സഡ് അല്ലേ. അപ്പോൾ എല്ലാവരും അത് മൃഷാദിക്കൊക്കെ ഏറ്റെടുത്ത് നോക്കും. അതിന് അവിടെ ഇരുന്ന് എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇവിടെ കുഴിക്കുന്നതേ ഉള്ളൂ, കുഴിച്ചു തിന്നില്ല. അവസാനം മന്തി എന്താണിത്, ബിരിയാണി വിളമ്പി ഞാൻ ഇങ്ങനെ പാത്രം വെച്ചിട്ട് നിന്നപ്പോഴാണ് ചൂടുള്ള കാര്യം അറിഞ്ഞത്. അപ്പോഴേ ഫോൺ ഓഫ് അയച്ചിട്ട് മന്തി വാങ്ങുന്നതിൽ കോൺസെൻട്രേറ്റ് ആയി. പിന്നെ എടുത്ത് കഴിച്ചപ്പോൾ എൻ്റെ ദൈവം എന്ത് ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല എന്താ പിടിച്ചാൽ ഇങ്ങനെ പിതിങ്ങി വരുന്ന ബീഫായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്കൊന്നും പറയാനില്ല. നമുക്കത് കണ്ടോ ആ കളറും ആ ബീഫും കണ്ടോ. പക്ഷെ ചൂട് കാരണം കൈ പൊള്ളിയില്ലെന്നില്ല, നല്ലോണം കൈ പൊള്ളിയായിരുന്നു കേട്ടോ.